അതുകൊണ്ട് മുഅ്മിനേ, നമ്മുടെ മുൻഗാമികൾ ഒരാൾ അവരുടെ കൂട്ടുകാരൻ എഴുതിയ ഒരു കത്തിടപാട് കണ്ടിട്ടുണ്ട്. അമ്മാ ബഅദ്, സഹോദരൻ എഴുതി കൊടുക്കാൻ, ഫഇന്നഹു മൻ ഇത്തഖല്ലാഹ ഫഖദ് ഹഫിള നഫ്സഹു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ സംരക്ഷിക്കുന്നു. വമൻ ളയ്യഅ തഖ്വാഹു ഫഖദ് ളയ്യഅ നഫ്സഹു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ്. വല്ലാഹുൽ ഗനിയ്യു അൻഹു. അല്ലാഹുവിന് നിങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആരാധന കാത്തിരിക്കുകയല്ല അല്ലാഹു, അത് നിങ്ങളുടെ നന്മക്ക് ആവശ്യമാണ്. സ്രഷ്ടാവ് നിങ്ങൾക്ക് ഉപകാരം കിട്ടാനാ നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞത്. അതാണ് ഈ വചനത്തിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹി തങ്ങളുടെ മൗലയായ സഫീന മൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷ കിട്ടിയ ഒരു സ്വഹാബിയുണ്ട്. സ്വഹീഹായ സംഭവമാണിത്. മഹാനായ സഫീന മൗല റളിയല്ലാഹു അൻഹു അവരുടെ സംഭവം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്, സ്വഹീഹാൻ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങളാണ് പറയുന്നത്, സഫീന റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മരണത്തിന് ശേഷം ഒരു യാത്രയിൽ അവരെത്തിപ്പെട്ടതൊരു ദ്വീപിലേക്കായിരുന്നു. അവിടെ കാട്ടുജീവികളുണ്ട്, സിംഹമുണ്ട്, വിജനമായൊരു പ്രദേശം. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു സിംഹം ഗർജിച്ചു വരുന്നു. ആ സിംഹം അരികത്തേക്ക് വന്നപ്പോൾ സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൽ ഹാരിസ്. അറബികൾ സിംഹത്തെ വിളിക്കുന്ന ഒരു പേരാണ്, ഹാരിസിന്റെ വാപ്പാ. അബൽ സിംഹത്തിന് ഹാരിസ് എന്ന് പറഞ്ഞ മോണ്ടായിട്ടല്ല, അറബികൾ അങ്ങനെ വിളിക്കുക. അബുൽ ഹാരിസ് സിംഹത്തിന് പറയുന്നൊരു പേരാണ്. ഹംസ എന്ന് പറഞ്ഞ സിംഹം എന്നാണ്, അസദ് എന്ന് പറഞ്ഞ സിംഹം എന്നാണ്, ദിർഗാം എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ്. യാ അബൽ ഹാരിസ് അന മൗലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിചാരകനായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന് വുളൂഇന് വെള്ളം കൊടുക്കാനും യാത്രയിൽ ഹബീബിനെ സഹായിക്കാനും കൂടെ നടന്ന ആളാണ് ഞാൻ ഇവിടെ എത്തിയത് ഇങ്ങനെയാണ്, എനിക്ക് വഴിയറിയില്ല. فأقبل الأسد له بصبصة حتى قام إلى جنبه. സിംഹം അതിന്റെ വാലാട്ടി മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്നു. കുല്ലമാ സമിഅ സൗതൻ നഹ്വാ ഇലൈഹി, ഏത് ശബ്ദം കേട്ടാലും അങ്ങോട്ട് ഓടിച്ചെല്ലും. പിന്നെ സഫീന തങ്ങളുടെ അരികത്തേക്ക് വരും. അങ്ങനെ മഹാനായ സഫീന തങ്ങളുടെ കൂടെ നടന്ന് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന മെയിൻ വഴിയിലേക്ക് എത്തിയപ്പോൾ സിംഹം തലതാഴ്ത്തി ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തു. അതെന്നോട് യാത്ര പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് മഹാനായ സഫീന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിംഹം തൊട്ടിട്ടില്ല. മഹാനായ അലിയുൽ കൂഫി, പെരിങ്ങത്തൂർ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനുഭാവൻ. പെരിങ്ങത്തൂർ തന്നെയല്ലേ അങ്ങോട്ട് പറയല്? അലിയുൽ കൂഫിയുടെ നാട് അല്ലെ പെരിങ്ങത്തൂർ, നാദാപുരപ്പുറത്ത് അല്ലേ പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി സിംഹത്തിന്റെയും കടുവയുടെയും പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിലുണ്ട്. അല്ലാഹു തസ്ഖീർ ചെയ്ത് കൊടുക്കുക എന്ന് പറയും, അവരൊന്നും ചെയ്യൂല. വലിയൊരു സംഭവമുണ്ട്. അബുൽ ഹസനുസ് സാഹിദ് ബനാനുൽ ഹമ്മാൽ റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനായ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം അള്ളാന്റെ കയ്യിലാണ്. അതല്ലേ അത്ഭുതം. നമുക്ക് ചിലതൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി തരും. പിന്നെ എല്ലാം മാജിക് പോലെ ബോധ്യപ്പെടുത്തിയാൽ ഈ ലോകം ടെസ്റ്റാണ്. അള്ളാഹുവിനെ നീ കണ്ടെത്തണം. നീ ഇങ്ങനെ ചോറും വെച്ച് നടന്നാൽ പോരാ. നിന്റെ ജീവിതം എന്തിന് നീ ഇവിടെ വന്നു, നീ എവിടേക്ക് പോകുന്നു, നീ പഠിക്കണം. അതിന്റെ ഉത്തരം കടലാസ് കൊടുത്താൽ പിന്നെ പരീക്ഷ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു അങ്ങനെ മാജിക് ഒന്നും അവതരിപ്പിക്കൂല. വ്യക്തമായും കാര്യകാരണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ നമുക്ക് വായിക്കാൻ തന്നിരിക്കാൻ. വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കരുത്. സത്യം മനസ്സിലാക്കണം. അതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കണം. മനുഷ്യന് ബുദ്ധിയുണ്ട്. ഇവിടെ ജീവിച്ച് ഉറങ്ങി തീർക്കാനുള്ളതല്ല. ഇവിടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വന്നവരാണ് നമ്മൾ. സ്രഷ്ടാവിനറിയണം, അവന് മാത്രമേ വണങ്ങാവൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ വണക്കം നമ്മുടെ വിജയത്തിന്റെ കാരണം. അനശ്വരമായ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം നമ്മെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, നമ്മുടെ മറവ് ചെയ്തിട്ട് കിടക്കുന്ന ആളുകൾ, നമ്മുടെ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങളുടെ കിടക്കാൻ ഖബറിന്റെ ഉള്ളിൽ
അവർക്ക് കേൾക്കാനും അറിയാനും അള്ളാഹു അവസരം കൊടുക്കുന്നുവെന്നാണ്. അവരോട് പറയുന്ന സലാം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന അമലുകൾ ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുകയാണ്. അള്ളാഹു ഈ സദസ്സിന്റെ പുണ്യം അവർക്കും നൽകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറുകളിൽ ആർക്കെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു ആ ശിക്ഷയെ ഇല്ലാതെയാക്കി അവർക്ക് സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.